ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പൊ അവസാനം 3-1 മുഹമ്മദൻസിനെ പരാജയപ്പെടുത്തിയത്. അപ്പോൾ ഇനി അടുത്ത മത്സരം ബ്ലാസ്റ്റേഴ്സിന് ആദ്യമായിട്ടാണ്. അതുപോലെ തന്നെ മത്സരം എപ്പോഴാണ്, എവിടെ വെച്ചാണ് തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കോണ്ടന്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത മത്സരം വരുന്നത് ഈ വരുന്ന 18-ാം തീയതി, മെയ് 18-ാം തീയതി വൈകുന്നേരം 7:30 കൊച്ചിയിൽ വെച്ചാണ് മത്സരം. ഗോവക്കെതിരെയാണ് മത്സരം. ഓക്കെ, ഗോവയാണ് നമ്മുടെ ലാസ്റ്റ് ഓപ്പണന്റ്. അത് നമ്മുടെ സ്വന്തം തട്ടകത്തിൽ വെച്ചാണ് മത്സരം നടക്കുന്നത്. പിന്നെ നമ്മൾ നിലവിൽ നമ്മുടെ ഈ ISL പോയിന്റ് ടേബിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് അതിൽ 8-ാം സ്ഥാനത്തും ഗോവ 5-ാം സ്ഥാനത്തുമാണ്. ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ 12 കളികളിൽ നിന്ന് 14 പോയിന്റും ഗോവ 12 കളികളിൽ നിന്ന് 20 പോയിന്റ്സുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ രണ്ട് ടീമും ഈ ഒരു ലീഗ് അവസാനിപ്പിക്കാൻ, രണ്ട് ടീമിനും ബ്ലാസ്റ്റേഴ്സിന് കിരീട സാധ്യത ഇല്ല, അത് ഫിക്സഡ് ആണ്. ഗോവക്ക് 0.01 കിരീട സാധ്യതകളുണ്ട്. അതായത് അവരുടെ മേലല്ല ബംഗളൂരു, മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാള്, പിന്നെ ജംഷഡ്പൂർ, ഈ ടീമുകളൊക്കെ ഇനി വരുന്ന മത്സരങ്ങൾ മൊത്തം തോറ്റിട്ട് ഗോവ നമ്മളായിട്ടൊക്കെ ജയിച്ചാൽ അവർക്ക് സാധ്യത ഉണ്ട്. പക്ഷെ അതിനൊക്കെ അറിയാതെ അത്രയും മൈന്യൂട്ട് പോസിബിലിറ്റി ആണ്. അപ്പൊ നോക്കാമെങ്കിൽ രണ്ട് ടീമിനും ജയിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ എന്താണ്, തോൽക്കാൻ ആരും തയ്യാറാകൂല. ഈ ഒരു ലീഗ് ഒരു വിജയത്തോടെ അവസാനിപ്പിക്കാനായിരിക്കും രണ്ട് ടീമുകളും ഫൈറ്റ് ചെയ്യുക. ഇപ്പൊ ഇതിൽ ലാസ്റ്റ് ഗോവിന്റെ 2 കളി എടുത്ത 2 കളി അവർക്ക് എന്താണ് വിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ബ്ലാസ്റ്റേഴ്സ് ഇപ്പൊ ലാസ്റ്റ് 5 കളിയിൽ 4 കളി വിൻ ചെയ്തിട്ടുണ്ട്, 1 കളി സമനിലാണ്. അപ്പോൾ ടോട്ടൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പെർഫോമൻസ് ആണ് ബെറ്റർ പെർഫോമൻസ്. പക്ഷെ ഗോവയെ നമുക്ക് ഒരിക്കലും എന്താണ് ഏത് തള്ളാൻ പറ്റുന്ന ടീമല്ല. അപ്പൊ ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ജയിക്കുമോ? നിങ്ങളുടെ പ്രഡിക്ഷനുകളും ഈ മത്സരത്തെ പറ്റിയുള്ള അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ കിടിലൻ കോണ്ടന്റ്സിന് വേണ്ടിയിട്ട് എല്ലാവരും ചാനൽ ഒന്ന് സബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ഒരു ലൈക്കും കൂടി അടിക്കുക.